മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ ഒരു ഫണ്ടാണ് ICICI Prudential. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരയച്ചു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഷെയറിൻ്റെ പേരാണ് ICICI Prudential. അപ്പോൾ അത് എൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു 5 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ഫണ്ടാണ് ICICI Prudential. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണമെന്നുള്ളൂ. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അനുസരിച്ച് മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതിട്ടാ. അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാസം 2500 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2500 മന്ത്ലി വെച്ച് അടയ്ക്കണം. 5 മാസം അടവ്, 5 മാസം വെയിറ്റിംഗ് പീരീഡ്. അത് പറഞ്ഞാൽ 5 മാസം അടയ്ക്കുക, 5 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഗ്യാരണ്ടി ആയിട്ട് അവർ പറയണമെന്ന് പറഞ്ഞാൽ 12 ലക്ഷം. അതായത് 60 മാസം കൊണ്ട് നമ്മൾ 2500 വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,50,000. നമുക്ക് ഇനി വീണ്ടും ഒരു 5 വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പൈസ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ലക്ഷം. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു 6ാമത്തെ വർഷത്തേക്ക് കടന്നത്. അപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ ഏത് സമയത്ത് നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ അന്നത്തെ മാർക്കറ്റ് ലിങ്ക്ഡ് ഫണ്ടാണിത്. അപ്പോൾ അന്നേരം എത്ര രൂപയാണ് നമുക്ക് റിട്ടേൺസ് ഉള്ളത് ഫുൾ എടുക്കാം. ഇപ്പം എൻ്റെ ഇന്നത്തെ റേറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു 3 വർഷം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 12 ലക്ഷം കിട്ടും. അപ്പോൾ ഇതൊരു നല്ലൊരു ഫണ്ടാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ നന്നായി നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഞാൻ നിങ്ങളെ പുഷ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലൈഫ് ഇൻഷുറൻസും അതിൻ്റെ കൂടെ ഒരു 3 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഈ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫുള്ള് ഇക്വിറ്റിയിലാണ്. ഹെൽത്ത് കെയറിൽ, അതുപോലെ ഫിനാൻഷ്യൽ സർവീസ്, ക്യാപിറ്റല്, അതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മിനിമം ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സെങ്കിലായിരിക്കണം. അതിന് മേലെ വന്നാൽ മാത്രമാണ് ഈ ഷെയറിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മാക്സിമം വയസ്സ് 60 വയസ്സിന് മേലുള്ളവർക്ക് ഈ ഫണ്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2500 വേണമെങ്കിൽ മന്ത്ലി അടയ്ക്കാം, പ്ലസ് ക്വാർട്ടർലി, ഹാഫ് ഇയർലി, വൺ ഷോട്ടൊക്കെ അടയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഇൻകംകാരനാഞ്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് മന്ത്ലി 2500 കട്ടാക്കി കഴിഞ്ഞാൽ അത്ര വലിയ നമുക്ക് വലിയൊരു ബാധ്യതയായിട്ട് തോന്നില്ല. നമ്മളൊരു 5 വർഷം അടച്ചു കഴിഞ്ഞാൽ പിന്നെ 5 വർഷം നമുക്ക് അടയ്ക്കണ്ട. പിന്നെ ആ ഫണ്ട് ഇങ്ങനെ ക്യുമുലേറ്റീവായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കതൊരു നൈസായിട്ട് നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടുന്ന ഒരു ഫണ്ടാണ്. 12 ലക്ഷം, അതായത് 10 വർഷം കൊണ്ട് നമുക്കൊരു 12 ലക്ഷം കിട്ടും. അതോ 5 വർഷം കൊണ്ട് വേണമെങ്കിൽ നമുക്കിപ്പോൾ 7 ലക്ഷം. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസിന് മറ്റാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയണം, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. ഇത്രയുള്ള മച്ചന്മാർ.